എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ കല്ലറയിലാണ്. ഈ പ്രദേശത്താകെ ശക്തമായ മഴയെ തുടർന്ന് വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടിരിക്കുന്നത്. നാടെങ്ങും വെള്ളം കയറി വഴികളും പറമ്പുകളുമെല്ലാം തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ പൂർണ്ണമായി മുങ്ങിയിരിക്കുകയാണ്. റോഡിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലേക്കും മരങ്ങളുടെ ചുവട്ടിലേക്കും വെള്ളം കെട്ടി നിൽക്കുന്നു. പ്രദേശത്തിൻ്റെ രൂപത്തിലും വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് മുടക്കാലി പാലം റോഡാണ്. കല്ലറയെയും നീണ്ടൂരിനെയും ബന്ധിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പാലമാണത്. കോട്ടയം, ഏറ്റുമാനൂർ, വൈക്കം, ചേർത്തല എന്നീ ഭാഗങ്ങളിലേക്ക് എളുപ്പത്തിൽ പോകാൻ ജനങ്ങൾ പ്രധാനമായും ആശ്രയിക്കുന്ന ഒരു റൂട്ടാണത്. റോഡിൽ വലിയ രീതിയിൽ വെള്ളക്കെട്ട് ഉണ്ടെങ്കിലും നിലവിൽ പാലത്തിലൂടെയും റോഡിലൂടെയും തടസ്സങ്ങളില്ലാതെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. എന്നാൽ പ്രദേശത്താകെ വെള്ളം ഉയർന്നു നിൽക്കുന്നതിനാൽ യാത്രക്കാർ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. റോഡിൻ്റെ ഇരുവശത്തും ജലനിരപ്പ് വളരെ അപകടകരമായ രീതിയിലാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ദാ നോക്കൂ, ഈ തോടിലൂടെ താറാവുകൾ കൂട്ടത്തോടെ നീന്തിപ്പോകുന്ന കാഴ്ച കാണാം. തോട് കവിഞ്ഞൊഴുകുന്ന വെള്ളമാണ് ഈ കാണുന്നത് മുഴുവനും. ഈ തോടിലൂടെ താറാവുകൾ കൂട്ടത്തോടെ നീന്തിപ്പോകുന്ന കാഴ്ച കാണാം. വെള്ളപ്പൊക്കക്കാലത്ത് നാട്ടിൻപുറങ്ങളിൽ കാണാറുള്ള കൗതുകമുള്ള കാഴ്ചയാണെങ്കിലും തോടുകൾ കവിഞ്ഞൊഴുകുന്നത് വലിയ ആശങ്കയാണ് ഉണ്ടാകുന്നത്. ഇത് ഷാപ്പാണ്. ഷാപ്പിൻ്റെ ഉൾഭാഗം മുഴുവനും വെള്ളം കയറിയിട്ടുണ്ട്. പാലത്തിൻ്റെ അടിവശത്തു കൂടിയാണ് ഈ തോട് കവിഞ്ഞൊഴുകി പോകുന്നത്. കല്ലറയിലെ തോടുകളും വഴികളും കവിഞ്ഞൊഴുകി ഗ്രാമം മുഴുവൻ വെള്ളത്തിന് അടിയിലായിരിക്കുകയാണ്. പരിസരങ്ങളിലേക്കും പൂർണ്ണമായി വെള്ളം കയറി. മിക്ക കച്ചവട സ്ഥാപനങ്ങളും സാധാരണക്കാരുടെ ദൈനംദിന ജീവിതത്തെയും ഇത് വളരെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്.
താറാവുകൾ വരവരിയായി പോകുന്നത് കാണാൻ കൗതുകമുണ്ടെങ്കിലും നമുക്ക് അതിനുള്ള ആനന്ദം ഇവിടെ നിന്ന് ലഭിക്കുന്നില്ല. വെള്ളപ്പൊക്കം കാരണം പ്രദേശത്തെ ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. മഴ ശക്തമായി തുടർന്നാൽ ജലനിരപ്പ് ഓരോ നിമിഷവും ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴത്തെ വെള്ളക്കെട്ട് കാരണം ഇവിടെ സ്ഥിതിഗതികൾ വളരെ മാറിയിരിക്കുകയാണ്. വീടുകളുടെ സ്ഥിതിയും ഒട്ടും വ്യത്യസ്തമല്ല. പറമ്പുകൾ കടന്ന് വീട്ടിലെ സിറ്റൗട്ട് വരെ വെള്ളം കയറിയ അവസ്ഥയിലാണ്. ഇവിടുത്തെ പല കുടുംബങ്ങളും ഉള്ളത് പെട്ടെന്നാണ് വെള്ളം കയറി തുടങ്ങിയത്. വീടു സാധനങ്ങളെയും വളർത്തു മൃഗങ്ങളെയും സുരക്ഷിത സ്ഥാപനങ്ങളിലേക്ക് മാറ്റാൻ വീട്ടുകാർ വലിയ രീതിയിൽ പ്രയാസപ്പെടുകയാണ്. കോട്ടയം കല്ലറയിലെ ഇപ്പോഴത്തെ വെള്ളപ്പൊക്ക സ്ഥിതിഗതികളാണ് നമ്മൾ കണ്ടത്. മഴ തുടരുകയാണെങ്കിൽ ജലനിരപ്പ് ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. അതിനാൽ എല്ലാവരും സുരക്ഷിതരാകുക, ജാഗ്രത പാലിക്കുക. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്ത് പിന്തുണയ്ക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുമല്ലോ. പുതിയ വിവരങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.